വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മളെന്തായാലും ഒരു പുതിയൊരു കിഡിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോകളൊക്കെ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവുമായിരിക്കും. നമ്മളാണെങ്കിൽ ഗൈസ് എന്തായാലും ആ ഒരു കാർ റേസറിനെ കാരനൊക്കെ നമ്മളെന്തായാലും കൊന്നിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അത് കൊല്ലാനുള്ള കാരണം റീസണും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. അവനെ നമ്മളെന്തായാലും കൊന്നിട്ട് കയറലൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിട്ട് നല്ല 8ന്റെ പണി കിട്ടി. പോലീസ് കയറലൊക്കെ നമ്മളെന്തായാലും അറസ്റ്റും കയറലൊക്കെ എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഒരു വെബ് സീരീസിലും കാര്യമില്ല. ഓക്കെ, നമ്മുടെ പോലീസ് കയറലൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് കണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വലിയൊരു അവസ്ഥയും കയറലാണ്. എന്തൊക്കെയാണ് നടക്കണേന്നൊന്നും എനിക്കൊരു ഐഡിയയും തന്നെ എന്തായാലും ഇല്ല. ഈ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞൊക്കെ പോവുകയാണ്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് തന്നെ ഈ സത്യം പറഞ്ഞാൽ ഒരു ഐഡിയയും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടണം. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ നടക്കണേന്ന് തന്നെ എൻ്റെ കിളി പോയി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ എന്താണ് എൻ്റെ അമ്പോ ഇഷ്ടം പോലെ വണ്ടികളാണ്. നമ്മൾ വരണ സമയത്ത് ഫുള്ള് ആൾക്കാരുടെ വണ്ടികളാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ പോലീസുകളും മിലിറ്ററി എല്ലാം കൂടെ ഇറങ്ങിയെന്നാണ് എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ നിന്ന് ചാടിപ്പോകാതിരിക്കാന്ന് തോന്നുന്നു. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ള് ബ്ലോക്ക് ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചാടിപ്പോകാൻ പറ്റൂലെന്ന് അവർ വിചാരിച്ച്. കഷ്ടം തന്നെ ഡേ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇതെവിടെ സ്പെഷ്യൽ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഇതെന്താ പോലീസ് കാർ വരെ കണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. നിങ്ങളെന്തായാലും എല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് ഈ ഒരു വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ടാലും നമുക്ക് ഇനിയും കിടുക്കാച്ചായിട്ടുള്ള വെബ് സീരീസ് വീഡിയോ അല്ലാത്ത സ്റ്റോറി വീഡിയോ വേറെ ഗെയിംസിൻ്റെ വീഡിയോസുകളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ചാനലിലേങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല വളർത്തി എന്തായാലും എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ആരെങ്കിലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും എന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പൊളി കിഡിലെ വീഡിയോസുകളൊക്കെയാണ്. അതല്ല ഈ ഒരു വീഡിയോ ജസ്റ്റ് എവിടെ കണ്ടാലും നിങ്ങൾ എന്തായാലും കാണാം. ഓക്കെ, കിഡിലെ വീഡിയോസുകളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫണ്ണി ഷോർട്സ് എന്തായാലും ഒരെണ്ണം ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ എന്തായാലും ഒരു ഫണ്ണി ഷോർട്ട് എന്തായാലും ഇടുന്നതാണ്. പിന്നെ ഞാൻ കുറേ ഫണ്ണി ഷോർട്സ് ഇടുന്നതാണ്. അതെല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് കാണാൻ ഇടുന്ന എല്ലാ ഷോർട്സും നിങ്ങൾ എന്തായാലും കാണാം പ്ലീസ് ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറയണത് ഒരു 4K കയറലൊക്കെയാണ്. മാക്സിമം 4K എത്തിക്കാനായിട്ട് ശ്രമിക്കണം. വ്യൂ കയറലൊക്കെയാണ്. പ്ലീസ് ഗൈസ്, പ്ലീസ് 4K കയറലൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോസുകളൊക്കെ ഷെയറുകളൊക്കെ എന്തായാലും ചെയ്ത് എന്തായാലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനേക്കാളും കൂടിയാലും ഒരു കുഴപ്പമൊന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, മാക്സിമം എനിക്കൊരു 5K അടുപ്പിച്ചെങ്കിൽ വേണം ഗൈസ് പ്ലീസ്. ഓക്കെ, വ്യൂ കയറലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കയറലൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ആകെ ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ ആയി നിൽക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യണമെന്നൊരു പിടിയിൽ ഇവിടെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള പോലീസിൻ്റെ കാറ് കിടപ്പുണ്ട്. ഒന്ന് മാത്രമല്ല എൻ്റെ ഒരു SUV ഉണ്ട്. തീർന്നില്ല. അതാണ്ട MVDയുടെ ഗോൾഡൻ വണ്ടിയാണ് ഇവിടെ കിടക്കണേണ്ട. ഇപ്പോൾ ഒരാളും കൂടെ പുതിയതായിട്ട് കയറിയെന്നാണ്. നേരത്തെ ഈ 2 വണ്ടിയായിരുന്നു, ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ദൈവമേ, വന്നത് MVDയുടെ കണക്കും കൂടി പറയുകയാണ്. ഓക്കെ, മിക്കവാറും എവിടെയെങ്കിലും ഉള്ളതായിരിക്കും. ഇതൊന്നും അല്ല, ഇനിയും ഉണ്ട്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് പോലീസ് വണ്ടിയാണ്. ഇതൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ്, R15 സൈക്കിളൊക്കെ. പക്ഷേ ഇതിൽ കാണാത്തൊരു വണ്ടി ഇതിലുണ്ട്. അതിതാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യയിലോട്ട് ഈ ഒരു G-Wagon എന്നുള്ള നമ്മുടെ ഒരു മെഴ്സിഡീസിൻ്റെ ഈ ഒരു വണ്ടിയില്ലേ, ഇതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ മെഴ്സിഡീസ് G-Wagonകളൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഏറ്റവും ഫസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇവരാണ് ഫസ്റ്റായിട്ട് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഇറക്കിയത്. ഇവരെ സ്പെഷ്യലായിട്ടുള്ള പോലീസ് G-Wagonകളൊക്കെയാണ്. ഓക്കെ, സയറിനോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതെന്ത് വണ്ടിയാണെന്ന് എനിക്കൊരു പിടിയുന്നില്ല. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇത് അടിച്ചു മാറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ G-Wagon. ഓക്കെ, പോരെ കേസ് ഇവന്മാരിൽ 2 പവർഫുൾ ഫോർച്യൂണറും ഉണ്ട്. ഓക്കെ, മറ്റേ നോർമൽ പോലീസിനാണ്, പക്ഷെ ഇതൊക്കെ പവർഫുൾ പോലീസിനാണ്. ഓക്കെ, എൻ്റെ മോനെ ഇത് നോർമൽ ഫോർച്യൂണറാണ്. ഓക്കെ, മറ്റേത് ലെജൻഡറും. ഓക്കെ, ഇതെനിക്ക് നല്ല അറിയാം. വെച്ചാൽ അന്ന് നമ്മളെ പ്രിസണിൽ കൊണ്ടുപോയപ്പോൾ ഇത് നമ്മുടെ പുറകെ വന്നിരുന്നു. ഓക്കെ, നമ്മുടെ ഇതേപോലത്തെയാണ് പോയത്. ഓക്കെ, നമ്മുടെ വൈറ്റാണ് ഇത്. നമ്മുടെ അച്ഛൻ്റെ ഇരിക്കുന്ന പോലത്തെ മോഡലാണ്. ഓക്കെ, പക്ഷേ അച്ഛൻ്റെ ഇരിക്കണേക്കാളും കൂടിയതാണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതും പോലീസിനാണ്. ഓക്കെ,
പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇതും പോലീസിനാണ്, ആ താറൊക്കെ. അത് എന്നാലും വന്ന പണ്ടാണ്. അതല്ല, എനിക്കിതിൽ കണ്ടപ്പോൾ എൻ്റെ കിളി പോയ വേറൊരു വണ്ടിയുണ്ട്, ടാങ്കൊക്കെ. ഇതെന്തിനാണോ ടാങ്കൊക്കെ എന്തിനാണെന്നോ കൊണ്ടുവന്നത്? ഇതേ പിന്നെ ഇവർക്ക് എന്നെ കൊല്ലാനോ എല്ലാം പ്ലാൻ ഉണ്ടാവും. ഒരു പിങ്ക് ടാങ്ക്, പിന്നെ നോർമൽ കളറായിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്. പോരാത്തതിനാണ്ട് ഇവിടെ പോലീസിൻ്റെ സ്പെഷ്യൽ ഏതോ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ലംബോർഗിനി നോക്കുന്ന കുറേയൊക്കെ നമ്മളെല്ലാം ഉള്ളതായിരുന്നു. അതൊക്കെ അടിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെയും പോലീസിൻ്റെ ഒരു താറ് കിടപ്പുണ്ട്. ആദ്യം വിചാരിച്ച് വേറെ വല്ലവരും, പക്ഷെ അത് പോലീസിനാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്കിപ്പോൾ സെല്ലിൽ കയറാനായിട്ട് ഏകദേശം ടൈമായി. മിക്കവാറും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഗൈസ് ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, അയ്യോ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് ഊരിയാകെ മാറ്റിയൊക്കെ വെച്ച്. എന്ത് ചെയ്യാനാണ്? അച്ഛനും എവിടെ പോയി കിടക്കണമെന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ സ്റ്റേഷനിൽ നിന്ന് ചാടിയോ എങ്ങനെയെങ്കിലും ഇറങ്ങണം ഗൈസ്, അല്ലാതെ വഴിയില്ല. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തെങ്കിലും നമ്മളുടെ CJ പോലീസ് സ്റ്റേഷനിലൊന്ന് ഇറക്കാനായിട്ടാണ് ഗൈസ് ഞാനും പിന്നെ അവൻ്റെ അങ്കിളും കൂടെ എന്തായാലും നടക്കണം. അതായത് എൻ്റെ ചേട്ടൻ. ചേട്ടാ, നമുക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ ചേട്ടാ. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് ഒരു എത്തും പിടിക്കണില്ല. എടാ അനിയാ, നീ വിഷമിക്കാതെടെ, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഇറക്കാടാ. നീ ഭയപ്പെടാതെ, എന്ത് വില കൊടുത്തെങ്കിലും നമുക്ക് അവനെ ഇറക്കാം. നീ ഇപ്പോൾ നേരെ വണ്ടി ഓടിക്ക്. ശരി ചേട്ടാ. പാവം എൻ്റെ മോയ്, അതിൻ്റെ അകത്ത് വൃത്തിയായിട്ട ചോറൊക്കെ തിന്ന് കിടക്കണമായിരിക്കും. അത് തന്നെ, അവൻ്റെ വണ്ടി ഉൾപ്പെടെ എല്ലാം പിടിച്ചെടുത്തല്ലേ? ചേട്ടാ. അല്ലേ ഇത് അവൻ്റെ വണ്ടിയല്ലേ? ഇത് തന്നെ, KL 107-222. ഇതവൻ്റെ വണ്ടി തന്നെ. ഇതും അവർ പിടിച്ചെടുത്തല്ലേ? വണ്ടി ഫുള്ള് പുകഞ്ഞ് തവിട് പൊടി. അത് തന്നെ. എന്തോ ചെയ്യാനായിട്ടാണ്, നമ്മുടെ മോൻ്റെ തലയിലെടുത്ത്, അതല്ലാതെ വേറെ എന്തിയേ? അത് തന്നെ ചേട്ടാ. കാര്യം ചെയ്ത് നമുക്ക് മാക്സിമം പോലീസുകാരോട് സംസാരിച്ച് നോക്കാം, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. അത് തന്നെ. എങ്ങനെയെങ്കിലും അവനൊന്ന് ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അയ്യോ, ഇവ എന്തിനാന്ന് അവനെ പോയി കൊന്ന. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, വണ്ടിക്കകത്തിരി, ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി എടാ, നീ പോയി കണ്ടിട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും പോവുകയാണ്. ഇതെന്താണ് എൻ്റെ പൊന്നെ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. എൻ്റെ അമ്പോ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ദൈവം, എൻ്റെ മോനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുവരാനെന്തോ പ്ലാന്. ലംബോർഗിനി കിടക്കണേ. നേരത്തെ അവൻ ഒരിക്കൽ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ കിടക്കണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ടാങ്ക് ഒന്നും തന്നെ കാണാനില്ല. കുറേ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്നും കാണാനില്ല. എന്തായാലും നമുക്ക് അകത്തേറി എന്തായാലും സാറിനോട് സംസാരിക്കാം. അതെ സാറേ, ഞാനാണെങ്കിൽ CJ എന്നുള്ള ഇവിടെ കിടക്കണ ആളുടെ അച്ഛനാണേ. താനാണോ അത്? എടോ, തൻ്റെ മോനൊക്കെ ഒരു കൊലയാളിയായി പോയില്ലടോ. നാണക്കേട് തന്നെടോ. മോസ്റ്റ് അടിപൊളിയായിട്ട് ലോകം മുഴുവൻ അറിയണ ഒരു ബിസിനസ്മാനാണ് താൻ. എന്നിട്ട് പോലും തൻ്റെ മോൻ ഇങ്ങനെയാണല്ലോ പെരുമാറണം. അത് പിന്നെ സാറേ, അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആരായാലും ശരി, അവനെ തീർത്തിട്ട് തന്നെ കാര്യം. അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ്. അത് സാറൊന്ന് മനസ്സിലാക്കണം പ്ലീസ് സാറേ. എത്ര രൂപ വേണമെങ്കിലും തരാം, എത്ര കോടികൾ വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും തരാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ വീട് ഉൾപ്പെടെ എല്ലാം തരാം. പക്ഷേ എനിക്ക് എൻ്റെ മോനെ വേണം. അതൊന്നും പറ്റൂല. താൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കും. എനിക്ക് എൻ്റെ മോനെ കാണാനും പറ്റൂലേ? അതൊക്കെ കാണാം. അതിപ്പോൾ താൻ കണ്ടോ? അല്ല അച്ഛാ, മോനെ, എടാ മോനെ, നിനക്ക് ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കേണ്ട അവസ്ഥ വന്നല്ലോടാ മോനെ. അച്ഛന് സങ്കടം വരടാ. അയ്യോ അച്ഛാ, കരയല്ല അച്ഛാ. എന്ത് വഴിയുണ്ടാക്കി ഞാൻ എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങാം അച്ഛാ. അച്ഛൻ കരയാതെ. എൻ്റെ മോനെ, ഞാനാകെ നാണം കെട്ട് തൊലി ഉരുങ്ങി നിൽക്കുകയാണടാ മോനെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ആകെ വിഷമാവണടാ. അച്ഛൻ കരയാതെ. ചെറിയ കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ല. ഒരുത്തനെ കൊന്നെന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങും മോനെ. ഞാൻ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്ന മോനെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ്റെ ടൈഗറിനെയും പിന്നെ എൻ്റെ വണ്ടികളൊക്കെ നന്നായിട്ട് നോക്കണം. അച്ഛൻ്റെ ഫോർച്യൂണർ കിട്ടിയ? ഇല്ല മോനെ, അതൊക്കെ അവിടെ സർവീസിന് കിടക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള നിൻ്റെ കാര്യം ഓർത്താണ്. അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങും.
എന്നാൽ ശരി മോനെ, ഞാൻ പോണേ. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഇറക്കാൻ നോക്കാം. ഓ, ഇവിടെ ഇപ്പം എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇവിടെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പോലീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയണ ഒന്നും തന്നെ കേൾക്കണില്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്? എൻ്റെ മോനാണെങ്കിൽ അവർ ലോക്കപ്പ് പിടിച്ചിട്ട്. ഓക്കെ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം ഗൈസ്, അല്ലാതെ നടക്കത്തില്ല. ഓക്കെ, പാവം എൻ്റെ മോൻ. എന്ത് ചെയ്യാനാണ് ഗൈസ്? നമുക്കെന്തായാലും ഇപ്പം പോവാം ഗൈസ്, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പം എന്തായാലും എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥയിൽ എന്തായാലും അല്ല ഗൈസ് ഞാൻ എന്തായാലും ഇപ്പം നിൽക്കണേന്ന് വെച്ചാൽ. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും തന്നെ ഇല്ല. ഇപ്പോഴായിട്ട് എൻ്റെ അച്ഛൻ എന്തായാലും പോയതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അവിടെ കിടന്ന് കരഞ്ഞ് ആകെ സീനാക്കി ഇവിടെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് ഗൈസ് നമ്മളൊക്കെ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും തന്നെ ഇല്ല. ഒരുത്തനെ കൊന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് എന്നെ അവൻ കൊല്ലാൻ നോക്കണേ കണക്കില്ല. എൻ്റെ വണ്ടിയാണ് നശിപ്പിച്ചെടുത്തിട്ട് ഇടിച്ചതൊക്കെ. അതെവിടെയെന്ന് പോലും ഒരു ഐഡിയ ഒന്നുമില്ല. അത് അവന്മാരോട് ഞാൻ ചോദിച്ചിരുന്നത്. അവന്മാർ പറഞ്ഞാൽ അതൊക്കെ എന്തിനാണ് നീ ഇപ്പം അറിയണേന്നാണ് അവൻ ചോദിക്കണത്. എന്ത് ചെയ്യാനാണ് ഇത്? എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം കേസ്, അല്ലാതെ എത്ര പൈസ കൊടുത്താലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ. ഓക്കെ, ഇവിടെ നിന്നുള്ള ജീവാഗണം, പിന്നെ 2 പവർഫുൾ ഫോർച്യൂണേഴ്സും, പിന്നെ ഫ്രണ്ടിൽ കിടന്ന 2 ടാങ്കില്ല, അതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള പോലീസുകാർ പോയില്ല. അതിൽ MVD വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇതെന്താണ് പോകാത്തതെന്നാണ് ഞാൻ ആലോചിക്കണം. ഓക്കെ, ഇത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല കേസ്, അതാണ് മെയിൻ കാര്യം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഓക്കെ, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും കാണാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്കൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് മാക്സിമം കയറാനായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഫ്രണ്ടിൽ പോലീസുകാരോട് സംസാരിക്കാം. അതെ സാറേ, ഞാനാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ചുമ്മാ ഒന്ന് ചുറ്റി കണ്ടോട്ടാ. ഡോ, താനാണ് ചുറ്റിയെ കണ്ടോ? പക്ഷേ താൻ ഇതിൻ്റെ വെളിയിലെങ്ങാനും ജയിലിൽ ചാടാൻ നിന്ന ആ സ്പോട്ട് വെച്ചതിന് ഞങ്ങളുടെ കയ്യിലുള്ള ഗണ്ണ് ഉണ്ടല്ലോ, AK-47 ആ സ്പോട്ട് വെച്ചിട്ട് താൻ അടിച്ച് ഞങ്ങൾ കൊല്ലുക. ആ സ്പോട്ട് വെച്ചതിന്. അയ്യോ സാറേ, അങ്ങനെയൊന്നുമല്ല. ചുമ്മാ ഈ പോലീസ് സ്റ്റേഷൻ കാണാം, നല്ല രസമുള്ളൊരു നല്ല കിടിലൻ സ്റ്റൈലുണ്ടാക്കിയൊരു പോലീസ് സ്റ്റേഷനില്ല, അതുകൊണ്ട് പ്ലീസ് സാറേ അന്ന് കണ്ടോട്ടെ, ഫുള്ളൊന്ന് മുകളിലൊക്കെ കയറി. ആ ശരി, പക്ഷേ മുകളിലിരിക്കണ സാധനങ്ങളും വല്ലതും തൊട്ടാ നിൻ്റെ കാര്യം തീർന്നണ മോനെ. അവിടെ ക്യാമറകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അടിക്കുന്നില്ല, ചുമ്മാ നോക്കുകയാണ് സാറേ. എന്നാൽ ശരി, വെക്കോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് നമുക്ക് എന്തായാലും പെർമിഷനും എല്ലാം കിട്ടിയിരുന്നല്ലുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് ചുറ്റി കണ്ടോട്ടാന്ന് അവന്മാരോട് ചോദിച്ചല്ലോ. പക്ഷെ ഇവിടെ ഒരു സീനുണ്ട്, ഇവിടെ ക്യാമറാസും എല്ലാം ഉണ്ട്. ക്യാമറയൊക്കെ ആർക്കാണ്? ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ചാടാനായിട്ട് വേണം. എനിക്കല്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നരക്കി വെച്ച് ചാവാൻ വയ്യ കേസ്. ഓക്കെ, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെൻ്റെ വീട്ടിൽ പോകണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു തേങ്ങയില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ബോക്സ് കളൊക്കെ ഇരിക്കണം. നമുക്ക് നൈസായിട്ട് ഈ ഒരു ബോക്സ് കളൊക്കെ നൈസായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ മോനെ ഗൈസ്, ആ ബോക്സ് നിറയെ വെപ്പൺസ് ആയിരുന്നു. എൻ്റെ മോന് നല്ല കാര്യം കേസ്, അയാൾ പറഞ്ഞു തന്നാലും നല്ല കാര്യമേ. ഞാൻ സത്യത്തിൽ എന്തെങ്കിലും വഴി അങ്ങനെ വല്ലതും ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയാണ് നിന്നെ മണ്ട കയറി. സത്യത്തിൽ എൻ്റെ മണ്ടയ്ക്ക് വെപ്പൺസ് ഉണ്ടായിരുന്നു. നമുക്ക് AK-47 പിസ്റ്റൽ കിട്ടി, റോക്കറ്റ് ലോഞ്ചർ കിട്ടി, അതേപോലെ തന്നെ സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട്. ഒരു കിഡിലെ സ്കോപ്പൊക്കെ ഉള്ള കിഡിലെ സ്നൈപ്പറാണ്. പോരാതെ തന്നെ കുറേ സ്റ്റിക്കി ബോംബ്സുകൾ നമ്മുടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് സ്റ്റിക്കി ബോംബ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പറ്റും. എനിക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. നമുക്ക് മാക്സിമം എങ്ങനെയാലും അടി ഉണ്ടാക്കാതെ എന്തായാലും രക്ഷപ്പെടാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിൽ കൂടെ കയറി മതിൽ ചാടി മാക്സിമം വെളിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എന്തോടോ താൻ ഫുള്ളായിട്ട് ഈ സ്ഥലം ചുറ്റി കണ്ടോ? ഇല്ല സാറേ, ഞാൻ ബാക്കിലൊന്നും കണ്ടില്ല. ബാക്കിലും കൂടെ ചുമ്മാ കണ്ടിട്ട് സെല്ലിൽ കയറാം. എന്നാൽ ശരി, കയറിയില്ലെങ്കിൽ നിൻ്റെ കാര്യം തീർന്ന്. ഇല്ല സാറേ, ഞാൻ കയറിക്കോളാം. എന്നാൽ നിനക്ക് കൊള്ളാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് എനിക്ക് എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും കുറേ വെപ്പൺസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വെളിയിലെടുക്കണല്ലോ, കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നമുക്ക് പതുക്കെ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ പോകാം. എന്തായാലും ഇവിടെയുള്ള പോലീസുകാരന്മാരെല്ലാവരും മണ്ടന്മാരായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു താറ് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ താറ് എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കണം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വെപ്പൺസ് ഉണ്ട്. ഓക്കെ, എൻ്റെ ലോക്ക് പിക്കൊന്നുമില്ല. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവന്മാർ പറക്കെടുത്തു. ലോക്ക് പിക്ക് കിട്ടിയിരുന്ന ഈസിയായിട്ട് തുറന്നെടുക്കായിരുന്നു. ഓക്കെ, ഇപ്പോൾ രാത്രി ഒന്ന് ചാടാൻ ടൈമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്നും നോക്കണ്ട. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എടുത്തങ്ങ് ചാടയാണ്. ദൈവമേ, വല്ലതും താഴെ വല്ലതും ചാവും എന്തോ.
ഓക്കെ, അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ വീണിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, അതെന്തോ ഭാഗ്യമാണ്. നമുക്കൊരു കാര്യം, നമുക്ക് എന്തായാലും ഓടി നേരെ അങ്ങോട്ട് എന്തായാലും പോകാം. നമുക്ക് എന്തായാലും ഇപ്പം തന്നെ എസ്കേപ്പ് ആവണം. അതേപോലെ നമുക്ക് ഡ്രസ്സൊക്കെ മാറി കുറച്ചുകൂടെ കിട്ടുന്ന വെപ്പൺസുകളൊക്കെ വാങ്ങണം ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്ക് പരമാവധി നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഓക്കെ, എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ആ എയർപോർട്ടിൽ കയറാനാണ്. കാരണം വെച്ചാൽ കേസ് നമ്മുടെ വണ്ടികളൊക്കെ അതിൻ്റെ അകത്താണ് കിടക്കണത് കേസ്. ഓക്കെ, നമ്മുടെ പോലീസുകാരങ്ങളൊക്കെ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തുള്ള പോലീസുകാരുടെ അടുത്തും പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതേപോലെ കേസിനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇട്ടോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിച്ചേറി ഇടല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് അവർ കറക്റ്റായിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പാർക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും നമ്മുടെ താർ എടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ താർ എടുക്കണം. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, എനിക്കിട്ട് ഇമ്മാതി പണികളൊക്കെ തന്നല്ല, അതുകൊണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട് കേസ്. ഓക്കെ, നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ തന്നെ അങ്ങ് കത്തിക്കാം കേസ്. ഓക്കെ, കത്തിക്കണോ അതോ കത്തിക്കണ്ടേന്നാണ് എൻ്റെ ആലോചന. ഓക്കെ, കത്തിക്കായിരുന്നല്ലേ, കത്തിക്കണോ കേസ്. ഓക്കെ, വേണമെങ്കിൽ കത്തിക്കാൻ നോക്കാം. ഓക്കെ, എനിക്കിട്ട് ഇമ്മാതിരി പണികളൊക്കെ തന്നല്ല, അതുകൊണ്ട് ഞാൻ കത്തിക്കാതിരിക്കണോ? ടെൽ മീ ഗൈസ്. ഓക്കെ, നിങ്ങൾ തന്നെ പറ. ഓക്കെ, എനിക്കിട്ട് ഇമ്മാതിരി പണിയൊക്കെ തന്നല്ല, അതുകൊണ്ട് ഞാൻ കത്തിക്കാതിരിക്കണോ? ടെൽ മീ. ഞാൻ ഫുള്ള് റോക്ക് ആൻഡ് ലോസർ ഇട്ട കത്തിക്കാമാണ്. ഇന്നത്തോടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമായി കൊടുക്കുകയാണ്. ഇവിടെയും പോലീസുണ്ട്. ആരും ഇവിടെ പോലീസ് ഇല്ലെന്നൊന്നും ആരും പറയണ്ട, ഇവിടെയും പോലീസുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ നിറച്ച് പോലീസുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒരു പോലീസിൻ്റെ വണ്ടിയെ കിടപ്പുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ നോക്കണില്ല, ഞാൻ ഒന്നും നോക്കണില്ല, ഞാൻ നേരെ പോവാണ്. ഓക്കെ, വണ്ടി ലോക്കാവാൻ ചാൻസ് ഇല്ല, വണ്ടി ഫുള്ള് അടിച്ചു പോയി കിടക്കുകയാണ്. ഓക്കെ, എന്നാലും നോക്കാം. ഓ, എന്തോ ഭാഗ്യമുണ്ട്, വണ്ടി ലോക്കല്ല. ഇവന്മാർ നേരെ വണ്ടി ലോക്ക് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, വണ്ടിയുടെ ലോക്ക് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ എടുക്കും? ഫൈനലി നമുക്ക് എന്തായാലും നമ്മുടെ താറ് കിട്ടിയത്. വേണമെങ്കിൽ നമുക്ക് അടിയൊന്നും ഉണ്ടാക്കാതെ പോയായിരുന്നു, പക്ഷെ എന്നെ കിട്ടി ഇമാതിരി പണിയൊക്കെ തന്ന് എന്നെ വലിയൊരു അപായപ്പെടുത്തി കൊല്ലാൻ നോക്കിയാനോ അവർക്കൊരു കുഴപ്പമില്ല. അത് അവരെ പിടിച്ചില്ല. ഞാൻ ഇപ്പം അവനെ കൊന്നെന്ന് പറഞ്ഞ് എനിക്കിട്ട് ഇമാതിരി പണിയല്ല, അതുകൊണ്ട് ഞാനും തിരിച്ച് പണിയെടുക്കണം. അതൊക്കെ അത്രയുള്ള കേസ്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ റിവഞ്ചിനെല്ലൊക്കെ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ടിങ്ങെല്ലൊക്കെ ചെയ്യാനായിട്ട് വേണം. ഇന്നത്തോടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കാനായിട്ട് പോകണം. ഒന്നും വേണ്ട കേസ് ഇവിടെ. ഓക്കെ, എല്ലാം അടിച്ച് വാരാനായിട്ട് പോകണം. ഓക്കെ, പിന്നെ ഇവിടെ മറ്റേ ലക്ഷറി ആയിട്ടുള്ള ജീവാഗണ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റേ ആ ടീംസ് വരത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്തൊരു പേടി, ആ വണ്ടി പൊട്ടിത്തെറിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് ഏകദേശം കത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പോലീസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും. അവന്മാരെയും കൂടെ അങ്ങ് തീർത്തളാം. ഓക്കെ, എനിക്ക് ടിമ്മാതിരി ഒരു പണി ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്തിനാണ് റോക്ക് ആൻഡ് ലോസർ ഇട്ട് തന്നെ പൊട്ടിച്ചളയല്ലേ. എനിക്കിവിടെ ഇതായിട്ട് വാണ്ടലവരോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഇവന്മാർക്കിട്ട് ഒരു 8ൻ്റെ പണി കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നാണ്. ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്, എപ്പോഴും ലാഗ് ഭയങ്കര ശല്യം തന്നെ. ഓക്കെ ഓക്കെ, ഇന്നത്തോടെ ഈ പോലീസ് സ്റ്റേഷനൊക്കെ അവിടെ ഒന്നും പൊട്ടിയിട്ടില്ലേ, പിന്നെ എന്തോന്ന് പൊട്ടിയത്? ടാങ്കൊക്കെ പൊട്ടിത്തെറിയിട്ട് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി കാരണമാണ് എനിക്കൊന്നും നോക്കാൻ പറ്റാത്തത്. അവിടെ അവന്മാരെ കുറേ വണ്ടികളും ഞാനൊക്കെ കിടക്കണം. ഈ പോലീസ് സ്റ്റേഷൻ തീർന്നു. ഇത് ഇന്നത്തോടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ എൻഡാണ്. പറഞ്ഞതൊന്നും വേണ്ട, ഇന്നത്തോടെ ഈ പോലീസ് സ്റ്റേഷൻ തീർന്നു. ഭയങ്കര ലാഗടിയാണ്, എനിക്ക് ഒന്നും തന്നെ നേരെ കളിക്കാനോ ഒന്നും തന്നെ പറ്റണില്ല. ഇതിൻ്റെ പിന്നെ ഞാനിപ്പോൾ എൻ്റെ വണ്ടി പൊട്ടിക്കായിരുന്നു. ഓക്കെ, ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ഓക്കെ, അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ്. ഓക്കെ, ഇതാ നിൽക്കണ 2 പോലീസുകാരല്ലേ, അവന്മാരുടെ കാര്യങ്ങളും കൂടെ തീർത്ത് കൊടുക്കുക. അവന്മാരെന്ന് പറയാം എന്നെ ചോദ്യം ചെയ്യാറായ ഈ CJ ചോദ്യം ചെയ്യാറായി. ഇപ്പം ശരി തരാം. ഇതേമാ വെടി ഇങ്ങനെ വേറെ എല്ലാം കയറി കൊള്ളുമെന്തോ. കറക്റ്റ് അവന്മാരെ മണ്ടയ്ക്ക് തന്നെ. ഓക്കെ, ഇതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് ഓടിക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്നെ വെടിച്ച് തീർത്തോളേ. അയ്യോ വെടിവെക്കാണ് ഗൈസ്, തീർന്ന്
തീർന്നു ഞാൻ ഇവിടെ വെച്ച് തീരും മിക്കവാറും കണ്ടിട്ട്. നല്ല ലാഗടിയാണ്. മിക്കവാറും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദൈവമേ, എൻ്റെ അമ്പോ നിറയെ പോലീസാണ്. ഓക്കെ, അയ്യോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ കുറേ ഒരു പോലീസിനെ കാണാൻ കൊന്നളങ്ങി. അത് മാത്രമല്ല പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫുള്ള് പോലീസായിട്ട് എന്തായാലും ഉണ്ട്. അല്ലെങ്കിൽ എന്ത്, എനിക്ക് ഇവന്മാരെ പേടിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ശരിയായി തരാം. ഇപ്പം ഞാൻ പോലീസുകാരെ എസ്കേപ്പ് ആവാൻ വായിക്കോ. വെയിറ്റ് ചെയ്യോ, ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും ഗൈസ്. ഓക്കെ, ഇപ്പം തന്നെ എസ്കേപ്പ് ആവും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ടും പിന്നെ ബാക്കി സംഭവങ്ങളായിട്ടൊക്കെ എന്തായാലും നമ്മളെന്തായാലും ഏതാണ് നാളെയും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതാണ്. നാളെ എന്തായാലും ഉറപ്പായിട്ട് വീഡിയോ വരുന്നതാണ്. പക്ഷെ നാളെ ചിലപ്പോൾ സ്റ്റോറി വീഡിയോ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ഏതെങ്കിലും ഒന്ന് ഞാൻ എന്തായാലും ഇടുന്നതാണ് ഉറപ്പായിട്ട്. ഓക്കെ, വീഡിയോ വരുന്നതാണ്. ഓക്കെ, പറ്റുമെങ്കിൽ രണ്ടും കൂടെ എന്തായാലും ഇടാൻ നോക്കാം. ഓക്കെ, 2 വീഡിയോ. ഓക്കെ, അപ്പം സ്റ്റേ ടു വാച്ചിങ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ്. ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.